നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അയ്യൂബ് സഖാഫി പറയാവുന്നതിലും എഴുതാവുന്നതിലും അപ്പുറം ജീവിതത്തെ പ്രകാശിപ്പിച്ച സംഘടനാ പ്രവർത്തകർക്ക് റോൾ മോഡലായ ഒരു വ്യക്തിത്വം. പ്രാസ്ഥാനിക രംഗത്ത് പുറത്ത് കാണുന്നതിനേക്കാൾ അയ്യൂബ് സഖാഫിയുടെ റോള് അണിയറയിലായിരുന്നു. അയ്യൂബിനെ വേർപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം പ്രത്യക്ഷത്തിലായിരുന്നില്ല. സംഘടനാ രംഗത്ത് അയ്യൂബിന്റെ നിരന്തരമായ ഇടപെടൽ അണിയറയിലായിരുന്നു. സ്റ്റേജിലോ പേജിലോ അയ്യൂബ് സഖാഫി പലപ്പോഴും എന്നല്ല ഒരിക്കലും ഉണ്ടാകലില്ലായിരുന്നു. സമ്മേളനങ്ങളുടെ പ്രത്യക്ഷത്തിലുള്ള ആരവങ്ങളിൽ അയ്യൂബ് സഖാഫിയെ കാണലില്ലായിരുന്നു. മർക്കസിന്റെ സമ്മേളനം, SSFന്റെ കാമ്പയിനുകൾ, സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ സാഹിത്യോത്സവങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുടെ മാസങ്ങൾക്ക് മുമ്പെയുള്ള അണിയറ പ്രവർത്തനങ്ങളിൽ ഉറക്കൊഴിച്ച് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഒരു സമ്മേളനത്തെ, ഒരു പദ്ധതിയെ, ഒരു പരിപാടിയെ എങ്ങനെയാണ് സൗന്ദര്യവൽക്കരിക്കുക, മനോഹരമാക്കുക, അതിനുവേണ്ടിയുള്ള പ്ലാനിങ്ങും അധ്വാനവുമായിരുന്നു അയ്യൂബിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം. ഞാൻ ദീർഘിച്ചു സംസാരിക്കുന്നില്ല. അനുഭവങ്ങൾ ഈ സദസ്സിലുള്ളവർക്ക്, സ്റ്റേജിലുള്ളവർക്ക് ഒരുപാട് പറയാനുണ്ട്. വ്യക്തിപരമായി അയ്യൂബിനെ ഏറ്റവും കൂടുതൽ അറിയാനും അടുക്കാനും സാധിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പലപ്പോഴും വരികയും വീട്ടിലെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ പറയേണ്ടതില്ല. പതിറ്റാണ്ടുകൾ മുമ്പുള്ള സംഭവങ്ങളാണ്. ഇന്നിപ്പോ അയ്യൂബിന്റെ അനുജൻ ഒരു ഇത് വിട്ടു വന്നു. ഞാനതിങ്ങനെ വായിക്കുന്നു. അയ്യൂബിന്റെ ഒരു ക്ലാസ് നോട്ടായിരുന്നു. അസുഫ ട്രെയിനിങ് ഹബ്ബ് എന്ന പേരിൽ SSFന്റെ സംസ്ഥാന കമ്മിറ്റി ദശാബ്ദങ്ങൾക്ക് മുമ്പ് ആവിഷ്കരിച്ച ഡിവിഷൻ ക്യാമ്പുകൾ, അന്നതിന്റെ പേര് അസുഫ ട്രെയിനിങ് ഹബ്ബ് എന്നായിരുന്നു. അത് താനൂർ ഡിവിഷന്റെ ഒരു ക്യാമ്പിൽ, കാളാട് ഇസ്മത്തിൽ നടന്ന ഒരു ക്യാമ്പിലെ അയ്യൂബിന്റെ ഡയറി കുറിപ്പ് ഇന്ന് വിട്ടു തന്നു. അത് ക്ലാസ് നോട്ടായിരുന്നു. ആ ക്ലാസ് നോട്ടിൽ അന്നെടുത്ത ക്ലാസ് അപ്പടി റെക്കോർഡ് ചെയ്തതുപോലെ തത്സമയം തന്റെ ഡയറിയിലേക്ക് എഴുതി പിടിപ്പിച്ച മനോഹരമായ ആവിഷ്കാരം. കുറെ നേരം അതിങ്ങനെ വായിച്ചു നോക്കി. അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു അയ്യൂബ് സഖാഫി എന്ന് നമുക്ക് ചുരുക്കി പറയാം. ദീർഘിച്ചു സംസാരിക്കുന്നില്ല. SSFന്റെ താനൂർ ഡിവിഷൻ കമ്മിറ്റിയിലും ഇവിടുത്തെ സെക്ടർ കമ്മിറ്റിയിലും അൽ ഇസ്വാബയിലും മദീന മഖ്ദൂം കാലത്ത് ഫിത്തിയത്തു സദാദ് അംഗമായിരുന്നില്ലെങ്കിൽ പോലും മദീന മഖ്ദൂമിന്റെ അലയൊലികൾക്കുള്ളിൽ രാപ്പകലില്ലാതെ മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും ചുവരെഴുതാൻ, മർക്കസിന്റെ സമ്മേളന കാലത്ത് കോഴിക്കോട് നഗരത്തിന്റെ പ്രാന്തങ്ങളിൽ അർദ്ധരാത്രി ചുവരുകൾ വെട്ടിപ്പിടിച്ച് എഴുതി പിടിപ്പിക്കുന്നതിൽ, മനോഹരമാക്കുന്നതിൽ എല്ലാം ഏറ്റവും മുന്നിൽ നേതൃത്വം വഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അണിയറയിലെ പോരാളിയായിരുന്നു സംഘടനാ രംഗത്ത് അയ്യൂബ് സഖാഫി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു അയ്യൂബ് സഖാഫിയുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ആ പരിശുദ്ധമായ പ്രവർത്തനങ്ങൾ, നിഷ്കളങ്കമായ പ്രവർത്തനങ്ങൾ ഖബറിലേക്ക് ആശ്വാസത്തിന്റെ വെളിച്ചമായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു തണലേകട്ടെ. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇനി നമുക്ക് അയ്യൂബ് സഖാഫിക്ക് വേണ്ടി ഉഖറവിയായ സംഭാവനകൾ, ഹദിയ്യാത്ത് സമർപ്പിക്കുക, സാധിക്കുന്ന എത്രയും ചെയ്യുക. അതോടൊപ്പം തന്നെ അയ്യൂബ് സഖാഫിയുടെ പ്രിയപ്പെട്ട കുടുംബത്തെ, പിഞ്ചു മക്കൾ 3 പേരുണ്ട്, അവരെ ഏറ്റെടുത്ത് പോറ്റുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു തആല എല്ലാറ്റിനും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.